ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇപ്പോൾ ഒരു ബ്രെഡ് ടോസ്റ്റ് കാണിക്കുന്നതാണ്. അധികം ആൾക്കാർക്കും അറിയാത്തതൊന്നല്ല. സിമ്പിൾ വേ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കുട്ടികൾക്ക് വേഗം ചെയ്ത് കൊടുക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്യുക. 2 മുട്ട, കുറച്ച് 2 സ്പൂണ് പഞ്ചസാര, നമുക്ക് ദാസ്തി മധുരം വേണമെങ്കിൽ ദാസ്തി ഇട്ട്, പിന്നെ കുറച്ച് പാലൊഴിച്ചോ കുറച്ച് നമുക്ക് ദാസ്തി കിട്ടും. അല്ലെങ്കിൽ വെറും മുട്ട മാത്രം ഇട്ടിട്ടും ചെയ്യാം. മുട്ടയും പഞ്ചസാരയും നല്ലോണം അടിച്ചതിൻ്റെ ശേഷം പഞ്ചസാര കലങ്ങിയതിൻ്റെ ശേഷം പിന്നെ പാലൊഴിച്ചു. നമ്മളിപ്പോൾ നിറയെ ബ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ നിറയെ മുട്ട ഇട്ടോ നിറയെ പാലൊഴിച്ചോ. ഇപ്പോൾ ഞാനിതൊരു 8 പീസ് അങ്ങനെ അത്രേ ചെയ്തിട്ടുള്ളൂ. 8-10 പീസ് ഉണ്ടാവും, അത്രേ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ബ്രൗൺ ബ്രെഡാണ് എടുത്തത്. ഇത് മേലത്തെ പീസ് വേണ്ട, കാരണം നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ അത് യൂസ് ആകും. ഇപ്പോൾ ഈ പീസ് അതേപോലെ ഈ സൈഡൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, കാരണം കുട്ടികൾക്ക് അങ്ങനെ കൊടുത്ത് ശീലിച്ചാലാണ് നല്ലത്. നമ്മൾ ഈ സൈഡെല്ലാം മുറിച്ച് കൊടുക്കുമ്പോൾ പിന്നെ മക്കൾ വണ്ണം വെക്കുമ്പോൾ അതൊന്നും കഴിക്കില്ല. അതുകൊണ്ടിട്ട് സൈഡോടെ അങ്ങനെ എടുത്തിട്ട് ടോസ്റ്റ് ചെയ്ത് കൊടുത്തേക്കുക, അതാണ് നല്ലത്, ബെസ്റ്റായി. ഇപ്പോൾ നെയ്യ് നമ്മൾ ഈ ദോശ തവ ഉണ്ടല്ലോ, അതിൽ വന്നിട്ട് ബ്രെഡ് നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ, ഇത് ഞാൻ ഓടെടുത്തതാണ്, ഇരുമ്പിൻ്റെ സാധനം. എന്നിട്ട് അതിൽ ബ്രെഡിൻ്റെ പീസ് വന്നിട്ട് ഈ മുട്ടേൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ദോശ കല്ല് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് ഇട്ടിട്ട് 2 ഭാഗത്തും തിരിച്ച് മറിച്ച് ഇതാക്കി കുറച്ചും കൂടി നെയ്യ് നല്ലോണം ഒഴിച്ചോ. അത് നല്ല കുട്ടികൾക്ക് എത്രയൊക്കെ നിങ്ങൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും പശു നെയ്യ് എത്രത്തോളം കൊടുക്കുന്ന അത്രത്തോളം നല്ല ഗുണം ചെയ്യും. മക്കൾക്ക് ചെറുതിൽ നല്ലോണം പശു നെയ്യ് കൊടുത്ത് ഇതാക്കിക്കോ, ചോറ്റിലാകട്ടെ പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളിലെല്ലാം നല്ലോണം പശു നെയ്യ് ചേർത്തിക്കുക. എന്നാൽ ഈ മൂട്ടുവേദന, എലുമ്പ് വേദന അല്ലേ, അങ്ങനത്തെ വേദന ഒന്നും വലുതാകുന്ന സമയത്ത് ഉണ്ടാവില്ല, കുട്ടികൾക്ക് അധികം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടിട്ട് എത്രത്തോളം പറ്റുമോ അത്രത്തോളം പശു നെയ്യ് ചേർത്തിക്കുക മക്കൾക്ക്. ഇതായിപ്പോൾ വന്നിട്ട് 2 സൈഡും ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇത്രയേ പണി, വേഗം കഴിയും. സ്കൂളിലേക്ക് കൊടുത്തയക്കാനും പറ്റും, അല്ലെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്ക് കടിയായിട്ട്. നാട്ടുകാർക്കെല്ലാം മോസ്റ്റ്ലി അറിയും, കേരളക്കാർക്കെല്ലാം അധികം ഇത് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാലും ഒരു ഇതായിട്ട് ഇപ്പോഴത്തെ മക്കൾക്കെല്ലാം ഓരോന്ന് പുതിയത് കണ്ടുപിടിക്കണമല്ലോ, ഈസി വേ, അതിന് വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി. ആ പീസ് എടുത്തു കഴിഞ്ഞ് ഇപ്പോൾ രണ്ടാമത്തത് ഇടുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, ഈസി ആയിട്ടുണ്ടാകും. ഇത് കുറച്ച് നേരം അതിൽ വെച്ച് പറഞ്ഞാൽ ഇന്നും ഉള്ളിൽ പോയിട്ട് ഭയങ്കര ഇതായിട്ട് സോഫ്റ്റായി പോകും ബ്രെഡ്. ഇത് ഞാൻ വേഗം മുക്കി എടുക്കുന്നതിനോണ്ട് വേഗം അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. ലാസ്റ്റ് ഉള്ളിൽ ഈ മുട്ടൻ്റെ ഇത് കയറുമ്പോൾ പൊതിർന്നു പോകും ബ്രെഡ്, അപ്പോൾ പീസ് മുറിഞ്ഞു പോകും. ബ്രെഡിൻ്റെ കഷ്ണം ഇതാ കണ്ട, ഒരു ചെറിയ കഷ്ണം മുറിഞ്ഞ്. അപ്പോൾ അതിന് വേഗം കുറച്ച് ഡിപ്പ് ചെയ്തിട്ട് എടുത്താൽ, അല്ലെങ്കിൽ നല്ലോണം ഡിപ്പ് ചെയ്യുന്നുണ്ട്, ഡിപ്പ് ചെയ്ത് ഒന്നും പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് അങ്ങനെയും ഇടാം. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി. ഈസി മെത്തേഡാണ്, കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെടും. വേണമെങ്കിൽ ഏലക്കപ്പൊടി കുറച്ച് ചേർത്തിക്കുക. ചില കുട്ടികൾക്ക് ഈ മുട്ടൻ്റെ സ്മെല്ല് ഇഷ്ടമാകാത്ത കുട്ടികളുണ്ടെങ്കിൽ കുറച്ച് ഏലക്കപ്പൊടിയോ അല്ലെ എസൻസോ എന്തെങ്കിലും നിങ്ങൾ ചേർത്തിക്കുക, നമ്മൾ പിന്നെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ, ബൈ, താങ്ക് യു.